ഗൈസ് അങ്ങനെ സൺഡേ അടിപൊളിയാക്കാൻ വേണ്ടി നമ്മൾ പറശ്ശിനിക്കടവുള്ള സ്നേക് പാർക്കിലാണ് പോയത്. ഞാനും എൻ്റെ കുറേ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം കാണാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചു ഗൈസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടിക്കറ്റിൻ്റെയൊക്കെ ചിലവെടുത്തത് നമ്മൾ ഉണ്ണിയായിട്ടും തീറ്റിയേച്ചിയും കൂടിയാ. അവിടെ ആദ്യം തന്നെ ഉള്ളത് കുറേ ഫിഷസാണ് ഗൈസ്. കുറേ എക്കിയതിൽ പല റെയർ ആയിട്ടുള്ള ഫിഷുകളും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. നമ്മൾ പാമ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് ആദ്യം വിചാരിച്ചത്, പക്ഷേ അത്യാവശ്യം ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അടുത്ത സ്ഥലത്തേക്ക് എത്തി. അവിടെ ഒരു ഇതിൻ്റെ അകത്ത് മുള്ളൻ പന്നിയും പിന്നെ മറ്റൊരു ഫ്രെയിമിൻ്റെ അകത്ത് നല്ലൊരു പെരുമ്പാമ്പും ഉണ്ടായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങി. പുറത്ത് കുറേ കേജസിൽ പല റെയറായിട്ടുള്ള പല ആനിമൽസും ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഒരു ഗ്ലാസിൻ്റെ അകത്ത് പത്തി വിടർത്തിയിട്ടൊരു പാമ്പ് വെക്കുന്നത്, എൻ്റെ അമ്മേ. പിന്നീട് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ സാധനം കണ്ടത്. എൻ്റെ അമ്മ, ഇതൊരു അടിപൊളി സാധനം കേട്ടോ. ഇത് നാഷണൽ ജിയോഗ്രഫിക്സിലല്ല ഇതിനെ ഫുഡ് കൊടുക്കുന്നതൊക്കെ സീനുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. പിന്നീട് ഔൾ ഹൗസിലേക്ക് പോയി. അവിടെ ഔളുണ്ടായിരുന്നില്ല, പരുന്തോ എന്തൊക്കെയോ ആണ് ഉണ്ടായിരുന്നത്, ഔള് മാത്രം ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ ഉണ്ണിയേട്ടൻ എല്ലാവരെയും പ്രാങ്ക് ചെയ്യാൻ തുടങ്ങി ചെറുതായിട്ട്. ആദ്യമൊന്നും ക്യാമറ കിട്ടില്ല, പക്ഷേ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് മുമ്പോട്ടേക്ക് പോയി. അവിടെ എന്തോ ഒരു പാമ്പിനെ കണ്ടിട്ട് നമ്മൾ വെച്ച് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ പിന്നെ ഉണ്ടായിരുന്നത് കുറച്ച് സ്നേക്സിനെ കുറിച്ചുള്ള മിത്തും ഫാക്റ്റുമാണ്. പിന്നെ ക്രോക്കഡൈലിൻ്റെ ഏരിയയിലെത്തി. അവിടെ കുറച്ച് ക്രോക്കഡൈൽ ആലിഗേറ്റേഴ്സും കൂടി ഒരു കൂടിയിൽ. പിന്നീട് ഈ ഒരു സ്റ്റാച്യുവിൻ്റെ കൂടെ പിള്ളേർ കുറച്ച് സമയം കളിച്ചു. അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ടേക്ക് പോയപ്പോൾ നമ്മുടെ കുഞ്ചാക്കോവൻ്റെ ഗിർ എന്ന് പറയുന്ന മൂവി ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അതിലെനിക്ക് വലിയ വിശ്വാസം തോന്നിയില്ല, എന്നാലും അവിടുത്തെ സ്റ്റാഫൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ ഐസ്ക്രീം കുടിച്ചു ഗൈസ്. പല രീതിയിലുള്ള ഐസ്ക്രീമുകൾ വാങ്ങിയിട്ട് ഓരോരുത്തരും കുടിച്ചു. ഇത് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മൾ ആശയിച്ചായിരുന്നു. പിന്നീട് അവിടെ കുറച്ച് മങ്കീൻ്റെ സ്റ്റാച്യൂസൊക്കെ കണ്ടു. അതൊക്കെ കണ്ട് കുറേ പലവരെയും മാറി മാറി കളിയാക്കി. പിന്നെ അവിടെ ഒരു 3D ഷോ കാണാൻ പോയി. 3D ഷോ മോശമാണെന്ന് ഞാൻ പറയില്ല, എന്നാലും അത്ര നല്ലതും ആയിരുന്നില്ല. കുറച്ച് കണ്ടിരിക്കാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി.